السلام عليكم ورحمة الله تعالى وبركاته. ഡേവിഡ് റോക്കിൻസ് ആണ് ഈ മീം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ സെൽഫിഷ് ഗനി എന്നതിൽ അദ്ദേഹം മീമിനെ നിർവചിക്കുന്നുണ്ട്. മീം ഈസ് എ യൂണിറ്റ് ഓഫ് കൾച്ചറൽ ട്രാൻസ്മിഷൻ എന്ന്. യഥാർത്ഥത്തിൽ ഇന്റർനെറ്റിന് മുമ്പേ ഈ ട്രോളുകളും മീമുകളൊക്കെ ഉണ്ട്. ഇന്റർനെറ്റിന് ശേഷമാണ് കൂടുതൽ ഇത് പരിചിതമായത്, അല്ലെങ്കിൽ ഈ പദപ്രയോഗം ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് പറയാം. ഇന്റർനെറ്റ് വന്നതിന് ശേഷം ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇത് മാറി എന്നുള്ളതാണ്. ഏകദേശം ഈ ട്രോളുകളെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നവർ 18 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ളവരാണ്. അതിലേറ്റവും കൂടുതൽ പുരുഷന്മാരാണ്. ഈ ട്രോളുകൾ ഉണ്ടാക്കുന്ന അവസ്ഥകൾ എന്താണ്, അതുപോലെ തന്നെ ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്താണ് എന്നതിനെ കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പൊതുവെ ട്രോളുകളുടെ അവസ്ഥ പല വിധത്തിലാണ്. മറ്റുള്ളവരെ ഹാം ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി, പിന്നെ മറ്റുള്ള ഒരാളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ജസ്റ്റ് ജോക്കിങ്ങിന് വേണ്ടി, ക്രിറ്റിസത്തിന് വേണ്ടി, അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി ട്രോളാറുണ്ട്. ഈ ട്രോളുകളുടെ പിറകിൽ സാമൂഹ്യ വിരുദ്ധരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ സ്വഭാവങ്ങളെ നമ്മൾ നോർമാലിറ്റി കൊടുക്കുകയും ഒരു സമൂഹത്തെ ഒന്നിച്ച് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിലുള്ള ഈ ട്രോളുകളെ കുറിച്ചും മീമുകളെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും കേരള രാഷ്ട്രീയത്തിൽ ട്രോളുകൾ വലിയ രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതുതലമുറയിൽ 2024 കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച കോൺക്ലേവിന്റെ ഭാഗമായി നടന്ന ഒരു സർവേയിൽ പറയുന്നു, 12 മുതൽ 25 വയസ്സ് വരെയുള്ള പ്രായമുള്ള പലരും രാഷ്ട്രീയ കണ്ടന്റുകളെ മനസ്സിലാക്കുന്നത് ട്രോളുകൾ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന്. അത്തരത്തിലൊരു ചോദ്യം അവരോട് വന്നപ്പോൾ പറഞ്ഞത് അവർ അത് തന്നെയാണ് പറഞ്ഞത്. ആ സർവേയിൽ അവർ പറയുന്നു, ഇത്തരത്തിൽ കേരളത്തിൽ യുവതലമുറയിൽ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ ട്രോളുകൾ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നിരന്തരം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം ട്രോൾ കണ്ടന്റുകൾ, വീഡിയോകൾ, ഇമേജുകൾ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വീക്ഷണത്തിൽ മാറ്റം വരാറുള്ള ചോദ്യത്തിന് അവർ അതേ എന്നായിരുന്നു എല്ലാവരും മറുപടി പറഞ്ഞത്. തങ്ങളുടെ വീക്ഷണത്തിൽ കുറച്ചെങ്കിലും മാറ്റം വരാറുണ്ടെന്നായിരുന്നു അഭിപ്രായപ്പെട്ടത്. ട്രോളുകൾ വഴി ആളുകൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, എന്താണ് സത്യമെന്ന് പോലും മനസ്സിലാക്കാതെ. എത്തരത്തിൽ അത് വാസ്തവവിരുദ്ധമാണെന്ന് അവർക്ക് അറിയില്ല, പക്ഷെ അവർ അത് നിരന്തരമായി ഇത് പ്രചരിപ്പിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം പരസ്പരം പോരടിക്കുന്നത് ഇത്തരം മീമുകൾ ഉപയോഗിച്ചാണ്. CPM-ഉം കോൺഗ്രസും BJP-യും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള പരിഹാസ പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ട്. കേരളത്തിൽ ഏറെ വിവാദമായ സോളാർ കേസ്, ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന പാലടി ഗാനം, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ചർച്ചയായ അച്ചാദിൻ വിലക്കയറ്റം, അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറിന്റെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് വന്ന മീമുകൾ,
അത് കാണിക്കുന്ന ചിത്രം, പിന്നെ പാർലമെന്റിൽ ഉണ്ടാവുന്ന സൈലൻസ്, അതായത് ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ മൗനം, ഇതൊക്കെ വലിയ രീതിയിൽ മീമുകൾക്ക് കാരണമായിട്ടുണ്ട്. ചില രാഷ്ട്രീയ വ്യാജവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്, ഒരു വ്യാജവാർത്ത പ്രചരിച്ചു തുടങ്ങുമ്പോഴേക്കും അതിലുള്ള ട്രോള് വീഡിയോകൾ സത്യാവസ്ഥ മനസ്സിലാക്കാതെ പ്രചരിച്ചു തുടങ്ങിയിരിക്കും. ഇപ്പോൾ ഇന്ത്യയെ ഉത്തരേന്ത്യയും ഇന്ത്യയുമായി വിഭജിക്കുമെന്ന തരത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പേരിൽ പ്രചരിച്ച ഒരു പ്രചരണം, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ രാഹുൽ ഗാന്ധിയുടെ കാറിൽ നിന്ന് ഇറക്കി വിട്ടുവെന്ന് പേരിൽ നടന്നൊരു പ്രചരണം, അതുപോലെ തന്നെ ദേശീയ ഹൈവേക്ക് കേരളം പണം നൽകിയില്ല എന്ന പേരിൽ നടന്ന പ്രചരണം, രാഹുൽ ഗാന്ധിയുടെ MP ഫണ്ട് 5 കോടി രൂപ മാത്രമാണെന്ന് പ്രചരിച്ചു പ്രചരണം. ഇതൊക്കെ വെറും ഉദാഹരണങ്ങൾ മാത്രമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിലും ട്രോളുകൾ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റഷ്യ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്ന് റഷ്യ ഉന്നയിച്ചത് ട്രോളുകൾ വഴിയായിരുന്നു എന്നാണ് അമേരിക്ക പറഞ്ഞത്. കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരനും അതുപോലെ തന്നെ പ്രമുഖ എഴുത്തുകാരനായ ON കുറുപ്പ്, അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു നല്ല കാർട്ടൂണിസ്റ്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പല കാർട്ടൂണുകളും പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള ട്രോൾ കണ്ടന്റുകൾ വലിയ രീതിയിൽ എഴുതിയിരുന്നു എന്നതാണ്. അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ പല പ്രമുഖരെയും മൂലക്കിരുത്താൻ ഇത്തരത്തിലുള്ള ട്രോൾ കണ്ടന്റുകൾ കഴിഞ്ഞിട്ടുണ്ട്. പല രാഷ്ട്രീയ പ്രമുഖരും അഭിമുഖങ്ങളിൽ ഞങ്ങൾക്ക് ട്രോളുകൾ വലിയ രീതിയിൽ വേദന ഉണ്ടാക്കിയെന്ന് തന്നെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. കേരളത്തിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള നിരവധി പബ്ലിക്കും പ്രൈവറ്റുമായിട്ടുള്ള ട്രോൾ പേജുകളുണ്ട്. ഇത്തരത്തിൽ ആളുകളുടെ രാഷ്ട്രീയ വീക്ഷണത്തെ ഈ ട്രോൾ പേജുകൾ സാരമായി വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഇരയാക്കപ്പെടുന്ന ആളുകൾ മാനസികമായി തോൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെയാണ് ഡിസ്ട്രക്റ്റീവ് മാനർ പോലെയുള്ള ട്രോളുകൾ ഉണ്ടാകുന്നത്. കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ ക്രിയാത്മകമായ പൊളിറ്റിക്സ് ഉടലെടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള നശീകരണ രാഷ്ട്രീയത്തിലേക്കാണ് കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നാസിം, പൊതുജനം സാധാരണയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ട്രോളുകളെയും മീമുകളെയൊക്കെ ഒരു നെഗറ്റീവായിട്ടാണ്. ഇതിന് പോസിറ്റീവ് വശങ്ങളുണ്ടോ? ഇന്നത്തെ കാലത്ത് തമാശകളും ട്രോളുകളും വെറുമൊരു ട്രോൾ എന്ന മാത്രം അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒന്നല്ല. ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആശയവിനിമയത്തിന്റെ ഒരു ഉപാധി കൂടിയാണ് മീമുകൾ എന്നുള്ളത്. ഇതില് രാഷ്ട്രീയ മേഖലയിൽ, ശാസ്ത്ര മേഖലയിൽ, സിനിമാ മേഖലയിൽ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇന്ന് ഈ ട്രോളുകളും മീമുകളും നമുക്ക് കാണാൻ സാധിക്കും. പുതിയ കാലത്തെ ഭാഷ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ആളുകളിലേക്ക് പകരുന്നത് ഇതുവഴിയാണ്. ഇങ്ങനെ ട്രോളുകളും മീമുകളും ചെയ്യുന്ന രൂപത്തിലാണ്. ഒരു പേജ് ലേഖനം നമുക്ക് വായിക്കുന്നതും അതിലുള്ള വിഷയങ്ങൾ നാം മനസ്സിലാക്കുന്നതും, എന്നാൽ ഒരു ചിത്രം പ്ലസ് ഒരു 2 വരി ഇതിലടങ്ങിയിരിക്കുന്ന ആശയവും തമ്മിൽ സാമ്യമായിരിക്കും. അപ്പോൾ ഭാഷകൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഒരു വിവരത്തെ എത്തിക്കുന്നത് ചിലപ്പോൾ വലിയ ലേഖനത്തിനേക്കാളും വലിയ പ്രസംഗങ്ങളെക്കാളും ഈ മീമുകൾക്കും ട്രോളുകൾക്കും പ്രസക്തിയുണ്ട്. ആളുകൾ എപ്പോഴും വിവരങ്ങൾ അന്വേഷിക്കുന്നത് പ്രസംഗങ്ങളിലൂടെയും മറ്റു ലേഖനങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കും. എന്നാൽ ഇന്ന് പുതുതലമുറ വിഷയങ്ങൾ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള ട്രോൾ പേജുകളിലൂടെയാണ്. ട്രോളുകൾക്ക് ഒരു നെഗറ്റീവ് വശങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ടെങ്കിലും
ഇതിനെ ക്രിയാത്മകമായി ഏറ്റവും ക്രിയേറ്റിവിറ്റി ആയ രൂപത്തിൽ ഉപയോഗിച്ച സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ കോവിഡ് കാലത്ത് WHO-യും CDC പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ അവരുടെ സോഷ്യൽ ഡിസ്റ്റൻസ്, വിയർ മാസ്ക് എന്നുള്ള പ്രധാനമായ കാര്യങ്ങളെല്ലാം ഒരു ലിഖിത രൂപത്തിൽ നിയമങ്ങളാക്കി ആളുകൾക്കിടയിൽ ഇറക്കിയപ്പോൾ ആളുകൾക്ക് അത് സ്വീകരിക്കാൻ വളരെ പ്രയാസമായിരുന്നു. അവർ തന്നെ അതിനെ ഒന്ന് മെച്ചപ്പെടുത്തി കുറച്ച് കാർട്ടൂൺ രൂപത്തിൽ, ചില വീഡിയോ രൂപത്തിൽ, ചില തമാശ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്ത് അതൊരു തരംഗമായി കൊണ്ട് നമ്മുടെ നാടുകളിൽ കൊണ്ടുവന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ശാസ്ത്രം പറയുന്നത് ഹ്യൂമൻ ബ്രെയിൻ വിഷ്വൽസിന്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളൊരു വേർഡ്സ് വായിക്കുന്നതിനേക്കാൾ 6000 ഇരട്ടി പ്രോസസ്സിംഗ് വേഗതയിൽ നമുക്കത് വിഷ്വലുകൾ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുമെന്നാണ്. മുൻകാല രാഷ്ട്രീയങ്ങളിൽ ഇതുപോലെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ഒന്നുകിൽ ഒരു വലിയ സമ്മേളനം നടത്തേണ്ടി വരും, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടത്തേണ്ടി വരും, വലിയ പ്രസംഗങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടി വരും. ഇന്ന് ഏതൊരാൾക്കും അവന്റെ വീട്ടുമുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു 2 വരി എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ ആശയത്തെ കുറിച്ച് ഒരു ട്രോൾ ആക്കിക്കൊണ്ട്, മീമാക്കിക്കൊണ്ട് എഴുതുമ്പോൾ അന്ന് നടത്തിയ അതേ പ്രസംഗങ്ങളുടെയും ലേഖനങ്ങളുടെയും എല്ലാം പ്രസക്തി ഈ 2 വരിയിൽ ഇവനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് സമൂഹത്തിൽ ഏറ്റവും വേഗത്തിൽ പ്രചരിക്കുകയും ആളുകൾക്ക് സമയലാഭത്തിൽ മനസ്സിലാക്കാൻ സൃഷ്ടിക്കുന്ന ഒന്നുമാണ്. മറ്റൊരു മേഖല നമ്മൾ സിനിമയിലെടുത്ത് നോക്കുകയാണെങ്കിൽ സിനിമാക്കാർ ഇതെപ്പോഴും ട്രോളുകൾ എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് ആയിട്ടാണ് സ്വീകരിക്കാറുള്ളത്. അവരുടെ ഡയറക്ടർമാരായിക്കോട്ടെ, ആക്ടർമാരായിക്കോട്ടെ, ഓരോ അവരുടെ ചിത്രങ്ങൾ പുറത്തിറങ്ങുമ്പോഴും അതുമായി അനുബന്ധപ്പെട്ട ട്രോളുകൾ അവർ വായിക്കുമ്പോൾ ഇത് നമുക്ക് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ്. ഇതിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ, ഇതല്ല സമൂഹം, ഇതല്ല പ്രതീക്ഷിക്കുന്നത് സിനിമകളിൽ നിന്നും, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിനെ ഇങ്ങനെയല്ലായിരുന്നു പ്ലേസ് ചെയ്യേണ്ടതെന്നും ഈ ട്രോളുകളിലൂടെ പല ഡയറക്ടർമാരും ട്രോളുകൾ ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ട്രോളുകളും തമാശകളും സമൂഹത്തില് നമുക്കറിയാം ആൻസൈറ്റിയും അതുപോലെ സ്ട്രെസ്സും ആയി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്റ്റുഡൻസ് ഉണ്ടാകും, പ്രൊഫഷണലുകൾ ഉണ്ടാകും. ഇത്തരം മേഖലയിലുള്ള ആളുകളൊക്കെ വളരെയധികം സ്ട്രെസ് ആയിക്കൊണ്ട് ജീവിക്കുന്ന സമയത്ത് ഒരു ട്രോൾ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു തമാശ വായിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് അവർക്കൊന്ന് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അത് അവന്റെ മാനസിക സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഉപാധിയാണെന്ന് സൈക്കോളജിയിൽ പറയുന്നുണ്ട്. അതില് ഈ ട്രോളുകൾ അപമാനമാകരുത് എന്ന് മാത്രമാണ് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. ഒരു ഐഡിയയെ നമുക്ക് വിമർശിക്കാനും അതുപോലെ ഒരു പവറിനെ നമുക്ക് ചോദ്യം ചെയ്യാനും ഒരു സോഷ്യൽ ഹിപ്പോക്രസിയെ അതോട് തുല്യമനപ്പെടുത്തി നമുക്ക് നോക്കാനും എല്ലാം ഈ ട്രോളുകൾ കൊണ്ട് സാധിക്കും. ട്രോളുകളും മീമാറ്റുകളും നമ്മുടെ പുതിയ കാലത്തിന്റെ ഒരു മിററാണ്. അത് നമുക്ക് ചിന്തിപ്പിക്കുന്നു, നമ്മളെ ചിരിപ്പിക്കുന്നു, നമ്മളെ ചോദ്യം ചെയ്യാൻ ഉത്ബോധരാക്കുന്നു. ഈ ട്രോളുകൾക്കും മീമുകൾക്കും വലിയ പോസിറ്റീവ് വശങ്ങളുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ പൊതുജനങ്ങള് ധരിച്ചിരിക്കുന്നത് പോലെ ഈ ട്രോളുകളും മീമുകളെല്ലാം വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പൊതുജനം ധരിച്ചിരിക്കുന്നത്. ഇതിന്റെ നെഗറ്റീവ് വശങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും ഈ ട്രോളുകൾ വലിയ തോതിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തിയെ ട്രോൾ ചെയ്യുമ്പോൾ അതിനെ ലൈക്ക് അടിക്കുന്നതിലൂടെ ഒരു സമൂഹമാണ് അദ്ദേഹത്തെ ട്രോൾ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഈ വ്യക്തി ആ ഒരു
സൊസൈറ്റിയിൽ സമൂഹത്തിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി അകലുകയാണ്, കമ്മ്യൂണിക്കേഷനിൽ നിന്ന് അകന്നു മാറും. അദ്ദേഹത്തിനോട് തന്നെ ഒരു വെറുപ്പ് തോന്നാവുന്നതിനും സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് ആത്മാഭിമാനം നഷ്ടപ്പെടുകയും അദ്ദേഹം തന്റെ സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുകയും ഒരു പക്ഷേ അത് സൂയിസൈഡ് വരേക്കും പോവാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പേർ എൻ്റെ ഈ ഒരു ചെയ്തിയെ ഒരുപാട് പേർ കണ്ടു, അല്ലെങ്കിൽ എൻ്റെ ഈ പ്രവൃത്തിയെ, അല്ലെങ്കിൽ എൻ്റെ ഒരു കോട്ടിനെ ഒരുപാട് പേർ അറിഞ്ഞു എന്നുള്ള ഒരു ആത്മാഭിമാന പ്രശ്നം കൊണ്ട് സൂയിസൈഡ് വരെ എത്താറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രോളുകൾ എത്തിക്കാറുണ്ട് എന്ന് പറയാം. കാരണം 2006 ഒരു 13 വയസ്സുകാരിയായിട്ടുള്ള മെഗൻ മേയർ എന്നുള്ള ഒരു പെൺകുട്ടി ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് പരിഹാസപ്പെടുത്തിക്കൊണ്ടുള്ള ട്രോളുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ട്രോളുകളുടെ കാരണത്താലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. അതുപോലെ തന്നെയാണ് അമൻഡ ടോഡ് എന്നുള്ള ഒരു കുട്ടി. ആ കുട്ടി സൈബർ ബുള്ളിങ് അഥവാ അവളുടെ ചിത്രങ്ങളെ വെച്ചുകൊണ്ട് ഇതുപോലെ ട്രോളുകൾ വരുത്തി ഈ കുട്ടിക്ക് മാനസികമായിട്ട് പ്രശ്നം വരികയും ഈ കുട്ടി ആത്മഹത്യയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. കേവലം ഒരു കുട്ടിയെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വ്യക്തിഗതമായിട്ട് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, മറിച്ച് ഇതിനൊരു വലിയൊരു കമ്മ്യൂണിറ്റിയെയോ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തെയോ സാമ്പത്തികപരമായിട്ട് തന്നെ ഇതിനെ ബാധിക്കാവും. കാരണം ഗെയിമർ ഗേറ്റ് എന്നുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നത് മുഴുവനും ലേഡീസ് ഗെയിമർമാരായിരുന്നു. എന്നാൽ ഇവരുടെ പെർഫോമൻസിനെ ഇഷ്ടപ്പെടാത്ത ഒരു പറ്റം ആളുകൾ ഇവരെ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർക്കെതിരെ ട്രോളുകൾ ഇറക്കുകയും അവസാനം ഇവർക്ക് ഈ ഒരു ട്രോളുകളെ അഭിമുഖപ്പെടുത്താൻ കഴിയാതെ, അവർക്ക് മുന്നിൽ സമർത്ഥിക്കാൻ കഴിയാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫീൽഡ് വിട്ടു പോവുകയും, അല്ലെങ്കിൽ അവരുടെ ഒരു വരുമാന മാർഗമായിരുന്നു ആ ഒരു ഗെയിം എന്നുള്ളത്. എന്നാൽ അതുവരെ അവർ ഒഴിവാക്കുന്നത്. അങ്ങനെ ഒരുപാട് രീതിയിൽ വ്യക്തിപരമായി കൊണ്ടും അല്ലാതെ സാമൂഹികപരമായി കൊണ്ടും അങ്ങനെ ഒരുപാട് രീതിയിൽ എന്താകുന്നുണ്ട് ഈ ട്രോളുകൾ ബാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു കുട്ടിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ വെച്ച് നോക്കുകയാണെങ്കിൽ, ആ ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആ ട്രോൾ കാരണത്താൽ ആ കുട്ടിയുടെ പഠനത്തിന് അത് ബാധിക്കും, വലിയ രീതിയിൽ അത് ബാധിക്കും. അതുപോലെ ഒരു വളരെ സ്ട്രെസ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ ഈ ട്രോളുകൾ കൊണ്ട് അദ്ദേഹം എന്താവാറുണ്ട്, ജോലിയുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട്. മാത്രമല്ല ഈ ഒരു ട്രോളുകൾ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയെയോ സമൂഹത്തെ മാത്രമല്ല, ഇത് പല സ്ഥലങ്ങളിലും ഒരു യുദ്ധതന്ത്രങ്ങളായിക്കൊണ്ടും ഈ ട്രോളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കാണാം, ഈ ഹൈബ്രിഡ് യുദ്ധങ്ങളിൽ ഈ ഒരു സൈക്കോളജിക്കൽ വെപ്പണായിക്കൊണ്ട് ഈ ട്രോളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് പോപ്പ് ദ ഫ്രോഗ് കോൺട്രവേഴ്സി എന്നുള്ള ഒരു മീം. കാരണം ഭരണപക്ഷത്തിനോടുള്ള പ്രതിഷേധിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ മീം ഈ പിന്നീട് ഒരു പ്രതിഷേധത്തിന്റെ സിമ്പലായിക്കൊണ്ട് ഈ പോപ്പ് ദ ഫ്രോഗ് എന്നുള്ള ഒരു സിമ്പലായി കൊണ്ട് മാറുകയാണ്. അതുപോലെ മറ്റൊന്നാണ് ഹോങ്കോങ് പ്രൊട്ടസ്റ്റ് ആൻഡ് മീം റെസിസ്റ്റൻസ്. അതുപോലെ 2011 നടന്നിട്ടുള്ള അറബ് സ്പ്രിംഗ് ആൻഡ് പൊളിറ്റിക്കൽ മീംസ്. ഇനി എന്തിലേറെ പറയണം, ഒരു മീമിന് എന്നുള്ളത് ഒരു രാഷ്ട്രീയത്തെ തന്നെ അട്ടിമറിക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഒരു ട്രോളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇമ്പാക്റ്റിനെ പറ്റി പരാമർശിക്കുന്ന ഒരു ബുക്കാണ് ഐ ആം ദ ട്രോൾ എന്നുള്ള സ്വാതി ചതുർവേദിയുടെ പുസ്തകം. ഇതിൽ നിന്ന് ഈ ഒരു ട്രോളുകൾ ഈ ഒരു ഭരണകൂടത്തെ തന്നെ എങ്ങനെ അട്ടിമറിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. കേവലം ഇനി നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഇന്ത്യ എന്നുള്ള രാജ്യം ഈ ട്രോളുകൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ സാമൂഹികപരമായി കൊണ്ടോ മതപരമായി കൊണ്ടോ സാംസ്കാരികപരമായി കൊണ്ടോ ട്രോളുകയാണെങ്കിൽ IPC സെക്ഷൻ 153A ആക്ട് പ്രകാരം IT ആക്ട് പ്രകാരം അവർക്കെതിരെ കേസ് എടുക്കാറുണ്ട്. അഥവാ മീം ക്രിയേഷന്റെ മേലിൽ അറസ്റ്റ് ചെയ്യുകയും ശേഷം അവരുടെ കണ്ടന്റിനെ ടേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഈ മീമുകളെ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഈ ട്രോളുകളും മീമുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇങ്ങനെ ട്രോളുകളുടെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്താണ്?
ഇസ്ലാം എപ്പോഴും ഒരു ഗൗരവമുള്ള മതമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ചിരിയും സന്തോഷവും തമാശയും എല്ലാം അനുവദനീയമാണ്. പക്ഷേ എല്ലാം ഒരു നൈതിക നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് മാത്രം. ചിരിയും തമാശയും എല്ലാം മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗമാണെന്ന് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഞാൻ തമാശകൾ പറയാറുണ്ട്, പക്ഷെ അതിൽ സത്യം മാത്രമേ പറയാറുള്ളൂ എന്ന്. ഇത് നാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിൽ നാം എന്ത് സംസാരിക്കുകയാണെങ്കിലും തമാശ പറയുകയാണെങ്കിലും കള്ളം പറയാതിരിക്കുക, അതുപോലെ അപമാനപ്പെടുത്താതിരിക്കുക, ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നാം സംരക്ഷിക്കേണ്ടത്. അപ്പോ ട്രോളുകളെയും മീമുകളെയും പൂർണ്ണമായിട്ട് വിമർശിക്കാൻ പറ്റൂല. ഏതായാലും ഇത് ആളുകളുടെ ആത്മാഭിമാനത്തെയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടലുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഡിപ്രഷൻ, സൂയിസൈഡ് തുടങ്ങിയ വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ നമുക്ക് സ്വയം ഇത്തരത്തിലൊരു തിരിച്ചറിവ് ഉണ്ടാവുക, ഇത്തരം അപകടങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുക, അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.